റെസ്റ്റോറൻറ്റുകളിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ നമുക്ക് പരിചയപ്പെടാം. ഇബിൽസ് റെസ്റ്റോ. ഇബിൽസ് റെസ്റ്റോ ഒരു പോസ് ഓപ്ഷൻ മാത്രമല്ല ഇതിലുള്ളത്. A to Z അക്കൗണ്ടിങ് പാക്കേജും ഇതിൽ ഉൾക്കൊള്ളുന്നു. ബില്ലിംഗ് പർപ്പസിന് ഉപരി നമുക്ക് A to Z അക്കൗണ്ടിങ് വർക്കുകളും നമുക്ക് ഇബിൽസ് റെസ്റ്റോയിലൂടെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. എത്ര കമ്പനി വേണം, മൾട്ടി കമ്പനി ക്രിയേഷൻ ചെയ്യാൻ സാധിക്കും. എത്ര കമ്പനി വേണമെങ്കിൽ എത്ര റെസ്റ്റോറൻറ്റ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ട്രാൻസാക്ഷൻ, പർച്ചേസ്, സെയിൽസ്, ജേണൽ എൻട്രി, കോൺട്രാ, റിസീറ്റ്, പേയ്മെൻറ്റ്, ഡെലിവറി നോട്ട്, കൊട്ടേഷൻ, പ്രൊഡക്ഷൻ തുടങ്ങിയ A to Z കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം. POS, സെയിൽസ് ഓർഡർ എല്ലാം നമുക്ക് ട്രാൻസാക്ഷനിലൂടെ നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. റിപ്പോർട്ട്സിലൂടെ സെയിൽസ് റിപ്പോർട്ട്, സ്റ്റോക്ക് റിപ്പോർട്ട്, പർച്ചേസ് റിപ്പോർട്ട്, അക്കൗണ്ട്സ് റിപ്പോർട്ട്, ഓർഡർ റിപ്പോർട്ട്, വൗച്ചർ റിപ്പോർട്ട്, വാറ്റ് റിപ്പോർട്ട് തുടങ്ങിയ റിപ്പോർട്ടുകൾ നമുക്കിതിൽ കിട്ടും. അക്കൗണ്ട്സിലൂടെ ഡേ ബുക്ക്, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അങ്ങനെ ഒരു കമ്പനിയുടെ A to Z കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ റിപ്പോർട്ടായിട്ടും ട്രയൽ ബാലൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടായിട്ടും നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. ഏത് ട്രാൻസാക്ഷൻ പോലെ നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. ഒരു പോസ് മാത്രം ഉപയോഗിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റിൽ ഫ്യൂച്ചറിൽ ഫുള്ളി അക്കൗണ്ടിങ് പാക്കേജ് ചെയ്യണം എന്നൊരു ഘട്ടം വരുന്ന സാഹചര്യത്തിൽ വേറൊരു പോസ് സോഫ്റ്റ്വെയർ മാത്രമാണെങ്കിൽ നമുക്കത് പിന്നീട് റീപ്ലേസ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ സോഫ്റ്റ്വെയറിൽ ഫുള്ളി അക്കൗണ്ടിങ് പാക്കേജ് ഉള്ളത് കൊണ്ട് സെയിം സോഫ്റ്റ്വെയർ തന്നെ നിങ്ങൾക്ക് പോസിൻ്റെ അതേ റേറ്റിൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഉള്ളി ഒരു പോസ് സോഫ്റ്റ്വെയർ മാത്രമല്ല, ഫുള്ളി അക്കൗണ്ടിങ് പാക്കേജും ഇതിലുണ്ട്. നമുക്ക് നമ്മുടെ ആവശ്യങ്ങളനുസരിച്ചിട്ട് അക്കൗണ്ടിങ് വർക്കുകൾ നമുക്ക് പിന്നീട് ഇപ്പോഴോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫുള്ളി അക്കൗണ്ടിങ് വർക്കുകൾ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. നമുക്ക് ആദ്യം പോസ് സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. ഇതിൽ പോസ് സംവിധാനത്തിൽ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡൈനിങ് ഓപ്ഷൻ ഉണ്ടാവും, ടേക്ക് അവേ ഉണ്ടാവും, ഡെലിവറി ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് ഈ ഒരു പോസ് വിൻഡോയിലൂടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. ആദ്യമായി നമ്മൾ പോസ് വിൻഡോ സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഡയറക്റ്റ് ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന് നമ്മുടെ കൗണ്ടറിൽ വന്ന് അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ സപ്ലയർ അവിടെ കൗണ്ടറിൽ വന്ന് പറയുന്നു, അല്ലെങ്കിൽ കസ്റ്റമർ വന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംവിധാനമാണെങ്കിൽ, നമുക്ക് ഡയറക്റ്റ് ബില്ലടിക്കുന്ന ഒരു സംവിധാനമാണെങ്കിൽ നമുക്ക് ഈ പോസ് സിസ്റ്റം ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. പലയിടത്തും പല സിസ്റ്റം ആയിരിക്കും. ഒന്ന് കസ്റ്റമർ ഡയറക്റ്റ് കൗണ്ടറിൽ വന്നു, അല്ലെങ്കിൽ കസ്റ്റമർ കൗണ്ടറിൽ വരുന്ന സമയത്ത് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് സപ്ലയർ വന്ന് ഇന്ന കാര്യങ്ങൾ അവർ കഴിച്ച വിഷയങ്ങൾ പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ബില്ലടിക്കണം, കൗണ്ടറിൽ ബില്ലടിക്കണമെങ്കിൽ ഈ പോസ് സംവിധാനം നമുക്ക് ഉപയോഗപ്പെടുത്താം. അതല്ല, കസ്റ്റമർ നമ്മൾ ഓരോ ടൈമിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ KOT നമ്മൾ ബില്ലടിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം നമുക്ക് ആ KOTയെ ഒരുമിച്ച് ബില്ലാക്കണമെങ്കിൽ അങ്ങനെയും സംവിധാനമുണ്ട്. അപ്പോൾ ഡിപ്പെൻസ് അപ്പോൺ ഓരോ റെസ്റ്റോറൻറ്റിൽ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇത് ഡയറക്റ്റ് ബില്ലടിക്കുന്ന സംവിധാനം നമുക്ക് പരിചയപ്പെടാം. ഈ ഡയറക്റ്റ് ബില്ലടിക്കുന്ന സംവിധാനത്തിൽ നമ്മൾ KOT, കിച്ചൺ ഓർഡർ ടിക്കറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യാണ്ട് ഡയറക്റ്റ് ബില്ലടിക്കുകയാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ ഐറ്റം സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ബോൺലെസ് ചിക്കൻ ഐറ്റം സെലക്ട് ചെയ്ത് ഐറ്റം സെലക്ട് ചെയ്യുന്ന സമയത്ത് താഴെ അതിൻ്റെ കാറ്റഗറി ഓൾറെഡി വന്നിരിക്കും. ആ കാറ്റഗറി സെലക്ട് ചെയ്യാം. കാറ്റഗറി സെലക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ ക്വാണ്ടിറ്റി കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസുകളുണ്ട്, ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. അപ്പോൾ ഐറ്റം സെലക്ട് ചെയ്തതിന് ശേഷം കാറ്റഗറി സെലക്ട് ചെയ്തതിന് ശേഷം ഐറ്റം സെലക്ട് ചെയ്ത് ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്ത് അതിൻ്റെ റേറ്റ് ഓൾറെഡി നമ്മൾ സെയിൽസ് വാല്യൂ നമ്മൾ റേറ്റ് ഓൾറെഡി മുന്നേ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ റേറ്റ് ഇവിടെ വരും. ഇനി അതിലെന്തെങ്കിലും എഡിറ്റ് വരണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ടച്ച് മെഷീൻ ആണെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് റേറ്റ് നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാൻ സാധിക്കും.
ഓട്ടോമാറ്റിക്കായിട്ട് ടാക്സ് ആക്റ്റീവ് ആണെങ്കിൽ ടാക്സ് വരും, ടാക്സ് ഇന്നാക്റ്റീവ് ആണെങ്കിൽ ടാക്സ് വരില്ല. നെറ്റ് എമൗണ്ട് ഒരു സേവ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റ് ആവും ഓൺ ദി സ്പോട്ടിൽ. സേവ് ചെയ്യുമ്പോൾ തന്നെ ഓൺ ദി സ്പോട്ടിൽ പ്രിൻ്റ് ആവുകയും ചെയ്യും, ക്യാഷ് ഡ്രോയർ ഓപ്പൺ ചെയ്ത് വരികയും ചെയ്യും. ഇതാണ് കോമൺ ആയിട്ട് ഒരു ചെറിയ കഫ്തേരിയ ലെവലിലൊക്കെ നമ്മൾ ചെയ്യുന്ന ബില്ലിംഗ് സംവിധാനം. ഇവിടെ തന്നെ നമുക്ക് സേവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇവരെ ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ മിക്സ്ഡ് ആണോ എന്നൊക്കെ നമുക്ക് ക്യാഷ് ആയിട്ട് ഒന്ന് സേവ് ചെയ്യാം, അത് കസ്റ്റമറാണ് ക്രെഡിറ്റ് ആയിട്ട് സേവ് ചെയ്യാം, മിക്സ്ഡ് ആണ്, കാർഡാണ്, കുറച്ച് ക്യാഷും കുറച്ച് കാർഡ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് സേവ് കൊടുക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻസുകൾ വരും. എത്രയാണ് ക്യാഷ്, എത്രയാണ് കാർഡ് എന്നെല്ലാം കൃത്യമായിട്ട് വരും. ഓക്കെ കൊടുത്താൽ ആ ബില്ല് സേവ് ആയിരിക്കും. സേവ് ചെയ്ത ബില്ലുകൾ നമുക്ക് എന്ത് ചെയ്യാം, അത് പ്രിൻ്ററായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പ്രിൻ്റർ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇതിൽ കണക്റ്റ് ആവാത്തതുകൊണ്ട് കണക്റ്റ് ആക്കിയിട്ടില്ല. കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റ് ആവും. നമ്മൾ പ്രീവിയസ് ബില്ലുകൾ നമ്മൾ കാണുന്നതിന് വേണ്ടി ബിൽ ലിസ്റ്റ് എടുത്താൽ നമ്മൾ ഇതിനു മുമ്പ് അടിച്ച പ്രീവിയസ് ബില്ലുകൾ നമുക്കിവിടെ ഷോ ചെയ്ത് കാണിക്കും, എന്തെങ്കിലും എഡിറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്. പ്രൈസ് ലിസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചില കസ്റ്റമർക്ക് അതായത് ചില സ്പെഷ്യൽ ഫോർ എക്സാമ്പിൾ സ്റ്റാഫുകൾക്ക് ഒരു പ്രത്യേകമായ പ്രൈസ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് നമ്മൾ സെറ്റിങ്സിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ ആ പ്രൈസ് ലിസ്റ്റ് സെലക്ട് ചെയ്താൽ സ്റ്റാഫുകൾക്കാണ് ബില്ലടിക്കണമെങ്കിൽ ആ റേറ്റേ വരുള്ളൂ. സ്പെഷ്യൽ VIP കസ്റ്റമേഴ്സിനാണെങ്കിൽ പ്രൈസ് ലിസ്റ്റ് സെറ്റിങ്സിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചാൽ VIP കസ്റ്റമേഴ്സിൻ്റെ പ്രൈസ് ലിസ്റ്റ് സെലക്ട് ചെയ്ത് നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്ത് ഐറ്റം സെലക്ട് ചെയ്താൽ ആ VIP കസ്റ്റമേഴ്സിൻ്റെ പ്രൈസ് ലിസ്റ്റേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പ്രൈസ് ലിസ്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ നമുക്ക് ഓരോ സ്പെഷ്യൽ കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ സ്റ്റാഫുകൾക്കൊക്കെ പ്രത്യേകമായ പ്രൈസ് ലിസ്റ്റ് നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകമായി നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൈസ് ലിസ്റ്റ് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇവിടെ അതിൻ്റെ റേറ്റുകൾ ഇവിടെ വരുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉപയോഗപ്പെടുത്താം. പിന്നെ കസ്റ്റമറെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാം, പുതിയ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫോൺ നമ്പറൊക്കെ കൊടുത്ത് സേവ് ചെയ്താൽ പുതിയ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാം. ഇല്ല ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ടെസ്റ്റ് കസ്റ്റമർ ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സാണ് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായി അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേയിൽ വരും. പിന്നെ പോസ്റ്റ് ഡയറക്റ്റ് ബില്ലടിക്കാൻ നമ്മൾ ടേബിൾ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ബില്ലടിച്ച് കൊടുക്കുകയാണ് എങ്കിൽ അത് പറയാം. ഇവിടെ പ്രിൻറ്റിങ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഡ്രോയർ ഓപ്പൺ ചെയ്യണമെങ്കിൽ പ്രിൻ്റ് ചെയ്യാണ്ട് തന്നെ ഡ്രോയർ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്താൽ മതി. പിന്നെ സേവ് ബട്ടണാണ്. നമുക്ക് പുതിയ ബില്ലുകൾ അടിക്കണമെങ്കിൽ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഇത് ഹോൾഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു ബില്ലടിക്കുന്ന ഇടയിൽ വേറെ കസ്റ്റമർ കയറി വന്ന് അർജൻറ്റ് വേറൊരു ബില്ല് അടിക്കേണ്ടി വന്നാൽ ഹോൾഡ് ബട്ടൺ പ്രസ് ചെയ്ത് ആ ബില്ല് ഹോൾഡ് ചെയ്തിട്ട് ന്യൂ ബട്ടൺ പ്രസ് ചെയ്ത് പുതിയ ബില്ല് അടിച്ചതിന് ശേഷം പഴയ ബില്ലിലോട്ട് അൺഹോൾഡ് കൊടുത്താൽ പഴയ ബില്ലിലോട്ട് കയറി വരും. അങ്ങനെ ഒരേ ടൈമിൽ തന്നെ 2-3 ബില്ലുകളൊക്കെ അടിക്കണമെങ്കിൽ നമുക്ക് ഒരു ഹോൾഡ് ചെയ്തിട്ട് 2-3 ബില്ലുകളൊക്കെ അടിക്കാൻ നമുക്കത് പോസിബിളാണ്. പിന്നെ ജനറലായിട്ട് വേറെ പറയാനുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് കീബോർഡ് ഫെസിലിറ്റി ഉണ്ട് ഇതിൽ. വേണമെങ്കിൽ കാൽക്കുലേറ്റർ ഫെസിലിറ്റികളൊക്കെ ഉണ്ട്. ചെറിയ ഷോർട്ട് കട്ടുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡെലിവറി ചാർജ്, ഇപ്പോൾ ഒരു ഡെലിവറി ചാർജും കാര്യങ്ങളും സർവീസ് ചാർജ്, എക്സ്ട്രാ ചാർജ്, ഡിസ്കൗണ്ട്, റൗണ്ട് ഓഫ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുത്താൽ അങ്ങനെ എന്തെങ്കിലും ചാർജസ് ഉണ്ടെങ്കിൽ അത് കൊടുത്താലും നമുക്ക് ബില്ലിൽ എഫക്റ്റ് ആവും. പിന്നെ സെറ്റിങ്സിൽ പോസ്റ്റിലോട്ട് പ്രിൻ്റ് ചെയ്യാനുള്ള പ്രിൻ്റ് ഡിസൈൻ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ഈ ബില്ലിനെ ഡിസൈൻ ചെയ്യാൻ സാധിക്കും. പോസ്റ്റ് പ്രിൻറ്റും പോസ്റ്റിലോട്ട് പ്രിൻ്റ് കൊടുക്കാം. പോസ്റ്റിൽ ബില്ല് അടിക്കുമ്പോൾ KOTയിലും പ്രിൻ്റ് വരും. അല്ലെങ്കിൽ KOT പ്രിൻ്റ് ചെയ്യുമ്പോൾ KOTയിൽ കിച്ചണിൽ പ്രിൻ്റ് ചെയ്യാനുള്ള ടിക്ക് ചെയ്താൽ കിച്ചണിൽ പ്രിൻ്റ് വരും, അൺടിക്ക് ചെയ്താൽ പ്രിൻ്റ് വരില്ല. അങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്സ്. പിന്നെ ഇത് സാധാ ഒരു പോസ് നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കസ്റ്റമർ കൗണ്ടറിൽ വന്ന് ബില്ലടിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി വേറൊരു സിസ്റ്റം
നമ്മളിലുള്ളത് KOT സംവിധാനമാണ്. നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ഓർഡർ എടുക്കുമ്പോൾ സാധാരണ ഒരു റെസ്റ്റോറൻറ്റിൽ ടാബ് വെച്ച് അല്ലെങ്കിൽ മൊബൈലിലൂടെ നമ്മൾ ഓർഡർ എടുക്കുന്ന സംവിധാനം ചില റെസ്റ്റോറൻറ്റിലുണ്ട്. അപ്പോൾ ആ ഒരു സംവിധാനത്തിൽ നമ്മൾ KOT സെലക്ട് ചെയ്തതിന് ശേഷം ടേബിൾ സെലക്ട് ചെയ്യുക. ഏത് ടേബിളാണ് നമ്മൾ കസ്റ്റമർ ഇരിക്കുന്നത് ആ ടേബിൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഐറ്റം സെലക്ട് ചെയ്യാം, കാറ്റഗറി സെലക്ട് ചെയ്യാം. കാറ്റഗറി സെലക്ട് ചെയ്തതിന് ശേഷം ഐറ്റം സെലക്ട് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഇവിടെ മോഡിഫയർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആക്റ്റീവ് ചെയ്താൽ ഇവിടെ മോഡിഫയർ വരും. ഐറ്റം സ്പെഷ്യൽ എന്തെങ്കിലും നോട്ട് എന്തെങ്കിലും കൊടുക്കണം, ഹോട്ട്, കോൾഡ്, സ്പൈസി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കൂടി നോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ആക്റ്റീവ് ചെയ്താൽ, സെറ്റിങ്സിൽ പോയി ആക്റ്റീവ് ചെയ്താൽ ഇവിടെ നമുക്ക് മോഡിഫയർ ഓപ്ഷൻ വന്ന് നമുക്ക് അങ്ങനെ ഹോട്ട്, കോൾഡ് അങ്ങനെ എന്തെങ്കിലും സ്പൈസി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് മോഡിഫിക്കേഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഈ ടേബിൾ 3യിൽ നമ്മൾ ഓൾറെഡി ഒരു KOT നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു കസ്റ്റമർ നമ്മൾ ബില്ലടിക്കുന്ന സമയത്ത്, പോസ്റ്റിൽ ബില്ലടിക്കുന്ന സമയത്ത് ആ കസ്റ്റമർ വരുമ്പോൾ ടേബിൾ 3യിൽ ഓൾറെഡി നമ്മൾ പോസ്റ്റിൽ പോയിട്ട് ടേബിൾ 3 സെലക്ട് ചെയ്യുമ്പോൾ ആ ടേബിൾ 3യിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത KOTയിലെ ബില്ല് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. ഒന്നോ രണ്ടോ KOT ഉണ്ടെങ്കിൽ ഇവിടെ വരും. അത് നമ്മൾ ടിക്ക് ചെയ്യുക. അൺടിക്ക് ചെയ്യുമ്പോൾ ഏത് KOT ആണെന്ന് ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം ടിക്ക് ചെയ്താലും എല്ലാ KOTയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ബില്ലുകളും എല്ലാ ഐറ്റംസും ഇവിടെ വരും. അത് നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യണോടുകൂടി അത് പേയ്മെൻറ്റ് ചെയ്ത് ആ KOTയെ നമുക്ക് ബില്ലായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇതാണ് കോമൺ ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ KOT സംവിധാനം വർക്ക് ചെയ്യുന്നത്. KOT ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ കിച്ചണിൽ പ്രിൻ്റ് വരും. വെയിറ്റർക്ക് ഓർത്തിരിക്കേണ്ട കാര്യമില്ല. അവർ KOT പോസ് വിൻഡോ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പോസ് വിൻഡോ ഓപ്പൺ ചെയ്ത് ഏതൊക്കെ KOT ആണ് സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ ഐറ്റംസ് പിന്നെ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഇവിടെ അപ്പിയർ ആവും. അപ്പോൾ അത് നമുക്ക് ബില്ലാക്കി മാറ്റാൻ എളുപ്പമാണ്. ഇതാണ്. പിന്നെ വെയിറ്റർ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഏത് വെയിറ്ററാണ് ബില്ലടിക്കുന്നത് എല്ലാം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസുകളുണ്ട്. ഇതാണ് കോമൺ ആയിട്ട് നമുക്ക് വളരെ ഒറ്റ വിൻഡോയിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ സാധിക്കും പോസ്റ്റിൽ തന്നെ. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡീപ്പായിട്ട് കമ്പനികളെ ഒരു അക്കൗണ്ട്സ് പർപ്പസിൽ വേണ്ടി നമുക്ക് ഈ സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാം. ഫുള്ളി പോസ്റ്റ് മാത്രമല്ല, ഫുള്ളി അക്കൗണ്ടിങ് പാക്കേജ് ഉള്ള സോഫ്റ്റ്വെയറാണ്. പ്രത്യേകിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ട്രയൽ ബാലൻസ് ഒക്കെ നമുക്ക് എടുത്തു നോക്കാൻ സാധിക്കും. പിന്നെ സപ്ലൈ കസ്റ്റമറൊക്കെ നമുക്ക് ഐറ്റം എല്ലാം നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഡേറ്റ മൈഗ്രേഷൻ, അക്കൗണ്ട്, എല്ലാ A to Z വിഷയങ്ങളുണ്ട്. നമുക്ക് മൊബൈൽ ആപ്പ് ഉണ്ട്, മൊബൈൽ ലൈവ് ഓപ്പറേഷൻ, മൊബൈൽ ഓണർ ആപ്പ് ഉണ്ട്, തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് അതിൽ പറയാനുള്ളത്. പിന്നെ റിപ്പോർട്ട്സ്, എല്ലാവിധ റിപ്പോർട്ട്സുകളും ഉണ്ട്. ട്രാൻസാക്ഷൻ, എല്ലാവിധ ട്രാൻസാക്ഷൻ നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മാസ്റ്റർ ഐറ്റം കാറ്റഗറി, സപ്ലയർ എല്ലാം ക്രിയേറ്റ് ചെയ്യാനും പുതിയ സപ്ലയറേയും കസ്റ്റമറേയും ഐറ്റത്തിനെല്ലാം കാറ്റഗറി എല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ലെഡ്ജർ എല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസുകളുണ്ട്. റിസൈഡ് മാനേജർ ഉണ്ട്. നമുക്ക് സ്റ്റോക്ക് നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ബണ്ടിലാക്കി എടുക്കുന്ന ഒരു സ്റ്റോക്കുകളെ നമ്മൾ മെയിൻ സ്റ്റോറിൽ കൊണ്ടുപോയി വെച്ച് അവിടുന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ കിച്ചണിൽ നിന്നോ, അത് വലിയൊരു പർച്ചേസ് ആണെങ്കിൽ ഒരു ഒറ്റ സ്റ്റോറിൽ കീപ്പ് ചെയ്തിട്ട് അവിടുന്ന് നമുക്ക് കിച്ചണിലോട്ട് എടുക്കുന്ന സ്റ്റോർ 2 കിച്ചണിൻ്റെ സ്റ്റോറായിട്ട് ഉപയോഗിച്ച് സ്റ്റോക്ക് 1ൽ നിന്ന് സ്റ്റോക്ക് 1ൽ പർച്ചേസ് സ്റ്റോക്ക് 2ലേക്ക് നമ്മൾ എടുക്കുമ്പോൾ സ്റ്റോക്ക് 1ൽ നിന്ന് സ്റ്റോക്ക് ഔട്ട് കുറഞ്ഞു പോവുകയും സ്റ്റോക്ക് 2ലേക്ക് വരികയും സ്റ്റോക്ക് 2ലേക്ക് വന്ന സാധനം നമുക്ക് ഐറ്റംസുകൾ നമുക്ക് പ്രൊഡക്ഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്കത് പ്രൊഡക്ഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് റിസൈഡ് മാനേജർ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ഓരോ പ്രൊഡക്റ്റിനും എത്രത്തോളം, ഫോർ എക്സാമ്പിൾ
ഒരു ചിക്കൻ കബാബ്, അതിന് എത്ര ചിക്കൻ വേണ്ടി വരും, എത്ര സ്പൈസി വേണ്ടി വരും, സ്പൈസ് എല്ലാം നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ റെസിപ്പി മാനേജറിൽ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കും. ഇത് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കുന്നതിൽ അതിൽ എത്ര ഇൻഗ്രീഡിയൻസ് വേണം എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കൊടുത്താൽ നമ്മൾ പ്രൊഡക്ഷൻ മൊഡ്യൂളിൽ പോയി അത് നമുക്ക് ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ റോ മെറ്റീരിയൽസുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരികയും സേവ് ചെയ്യുന്നതിനോടുകൂടി ആ റോ മെറ്റീരിയൽ ഇതിൽ നിന്ന് സ്റ്റോക്കിൽ നിന്ന് ഔട്ടായി പോവുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം ചില റെസ്റ്റോറൻറ്റ് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നവർക്ക് അത് ഉപയോഗപ്പെടുത്താം, അല്ലാത്തവർക്ക് ഓൺലി പോസ്റ്റ് സംവിധാനം ഉപയോഗപ്പെടുത്താം. അക്കൗണ്ട് സംവിധാനം വേണ്ടവർക്ക് അത് ഉപയോഗപ്പെടുത്താം. കൃത്യമായിട്ട് സ്റ്റോക്ക് സംവിധാനം വേണ്ടവർക്ക് ആ രീതിയിലും A to Z നമുക്ക് ഓപ്ഷൻസുകൾ റെസ്റ്റോറൻറ്റിന് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ ഇതും കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ഇബിൽസ് റെസ്റ്റോറൻറ്റ്. ഇതാണ് ഇതിനെ പറ്റിയൊരു ചെറിയൊരു വിവരണം. നമുക്ക് ഡീപ്പായിട്ട് പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൽ ഡീപ്പായിട്ട് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ് നൽകുന്നതാണ്.